ചോദിക്കുന്നുണ്ട്, അവർക്ക് ഹലാലായ കാര്യങ്ങളല്ല. അല്ലാതെ ഓന് ഒരു പ്രാവശ്യം പോയിട്ട് അനിക്ക് 100 പൈസ എത്ര പൈസ ഒഴിവാക്കിയത് എനിക്കറിയാം. അനിലേക്ക് എത്ര പൈസ കൊടുത്തായിരുന്നു? ഷാഫിസ് റെഡി അല്ലേ അപ്പൊ? എത്രയോ കൊല്ലത്ത് കൊടുക്കണം തരാൻ കുറെ ചോദിച്ചു. റെഡിയാണോ? വോയിസ് റെഡിയാണോ? സൗണ്ട് ഭയങ്കര കുറവുണ്ടല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്, ഓവർ സൗണ്ട്. എന്റെ ശബ്ദം ഓവർ സൗണ്ട് അല്ല, നിങ്ങളെ സൗണ്ട് നല്ല സൗണ്ടാണ്, പക്ഷെ ഇവിടെ ബോക്സില് ഓവർ സൗണ്ട് വരും. നോക്കി ഒരു മിനിറ്റ്. ഓക്കെ ഇനി നിങ്ങളൊന്ന് സംസാരിക്കൂ. എന്തൊക്കെ വിശേഷം? ഇയാള് പേര് മാറ്റണം. നമ്മളെ പറഞ്ഞോട് ഇപ്പൊ ചോദിക്കാൻ ഞാൻ ഫുള്ള് മാറ്റിത്തരാം. ഉസ്താദ് ഒന്ന് സംസാരിക്കൂ. അസ്സലാമു അലൈക്കും. نعم. أهلا طيب. الآن طيب نبدأ. نعم نبدأ. مرحبا أستاذ. تمام. ഷാഫിസ്, അവിടെ ശബ്ദം അവിടെ നിന്നുള്ള നോയ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഓഫാക്കാണ്, സൗണ്ട് ഓഫാക്കാം. ഈ പേരൊന്നും പൈസ അറിവുകൾ കുറച്ച് പേരൊക്കെ കുറച്ചേക്ക് പൈസ കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ബാക്കിയുള്ള ആളുകളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ സംബന്ധിച്ചുള്ള ക്ലാസ് ആണ്. ഇബ്നുൽ മുഖഫ. ഹെഡിങ് ഇബ്നുൽ മുഖഫ. ഹിജ്റ 106 ജനനം, 142 മരണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുഖഫ. ഒന്നാമത്തത്, ഫാരിസി അസ്ലായ അറബി മുഅല്ലിഫ് ആര്? ഫാരിസി അസ്ലായ അറബി മുഅല്ലിഫ് ആര്? മുഅല്ലിഫുൻ അറബിയുൻ ഫാരിസിയുൽ അസ്ൽ. അതാരാണ്? അടുത്തത്, ഇബ്നുൽ മുഖഫ ജനിച്ചത് പേർഷ്യയിലെ ജൂർ എന്ന ഗ്രാമത്തിലാണ്. ഉലിദ ഫി ഖറിയത്തി ജൂർ ബി ഫാരിസ്. പിന്നെ ഇബ്നുൽ മുഖഫ ആരിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ ഖദ് അസ്ലമ അലാ യദി ഈസ ബിൻ അലി. ഈസ ബിൻ അലിയിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത്.
അദ്ദേഹം ആദ്യം മജൂസിയായിരുന്നു. ഇബ്നുൽ മുഖഫ ആദ്യം മജൂസിയായിരുന്നു. വക്കാന മജൂസിയൻ ഔവലൻ. ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് റൗസബ ബിനു സാദവൈഹി എന്നായിരുന്നു. ഈ പേര് മറക്കരുത്. റൗസബ ബിനു സാദവൈഹി എന്നാണ്. എക്സാമിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് റൗസബ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഇബ്നുൽ മുഖഫ എന്നാണല്ലോ. ഈ പേര് വരാനുള്ള കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വാപ്പ മോഷ്ടിച്ച സമയത്ത് ഹജ്ജാജ് ബിൻ യൂസുഫ് ശിക്ഷ നടപ്പിൽ വരുത്തി. കയ്യിന്റെ വിരല് അടിച്ചു. അപ്പൊ ആ കയ്യിന്റെ വിരലുകൾ രണ്ട് കൈയും എന്ത് ചെയ്തു? വീങ്ങി. അപ്പൊ തകഫ എന്ന അർത്ഥം വീങ്ങ എന്നാണ് അർത്ഥം. അപ്പൊ വീങ്ങപ്പെട്ട ആളുടെ മകൻ എന്നാണ് പേര്. കൈക്ക് അടിച്ച സമയത്ത് കൈ രണ്ടും വീങ്ങി. അങ്ങനെയാണ് ഇബ്നുൽ മുഖഫ എന്ന പേര് വന്നത്. സ്പീഡ് കൂടുതലാണോ? ഹലോ, സ്പീഡ് കൂടുതലാണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാറേ കൂടുതലൊന്നുമില്ല, ഫോളോ ചെയ്യാൻ ഓക്കെ പറ്റും. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മതം സറാദിഷ്തിയ എന്ന മതമായിരുന്നു. കാന വാലിദുഹു യദീനു ബിസ്സറാദിഷ്തിയ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മതം സറാദിഷ്തിയ എന്നായിരുന്നു. ഇദ്ദേഹം മജൂസിയായിരുന്നു. ഉമവിയ്യ കാലഘട്ടത്തിലാണ് കൂടുതലും ഇബ്നുൽ മുഖഫ ജീവിച്ചത്. അബ്ബാസിയ കാലഘട്ടത്തിൽ 10 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഈസ ബിനു അലി എന്ന മന്ത്രിയുടെ കാത്തിബായിരുന്നു എന്ന് പറഞ്ഞു. ഈ മന്ത്രിയിലൂടെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഈസ ബിനു അലി. ഇബ്നുൽ മുഖഫ കൊല്ലപ്പെട്ടതാണ്. ഇബ്നുൽ മുഖഫിനെ കൊന്നത് സുഫിയാനു ബിനു മുആവിയ ആണ്. അതിന് കൊല്ലപ്പെടാനുള്ള കാരണം സുഫിയാനു ബിനു മുആവിയയുടെ മൂക്ക് വലിയ മൂക്കായിരുന്നു. അത് ഇബ്നുൽ മുഖഫ പരിഹസിക്കുമായിരുന്നു. സലാമൊക്കെ പറയുന്ന സമയത്ത് അസ്സലാമു അലൈക്കുമ എന്ന് പറയും. അതായത് ഒരു സലാം അനക്കും ഒരു സലാം അവന്റെ മൂക്കിനിക്കും. അങ്ങനെയാണ് സുഫിയാനു ബിൻ മുആവിയ പ്രകോപിതനായിക്കൊണ്ട് ഇബ്നുൽ മുഖഫനെ കൊന്നത്. ഇബ്നുൽ മുഖഫന്റെ പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകൾ പരീക്ഷയ്ക്ക് വന്ന ഒന്ന് അൽ അദബുൽ കബീർ. ഒന്ന് അൽ അദബുൽ കബീർ ആണ്. അൽ അദബുൽ കബീർ ആണ് ഇബ്നുൽ മുഖഫന്റെ പ്രധാനപ്പെട്ട മുഅല്ലഫ്. അൽ അദബുൽ കബീർ. അദബുൽ കബീറിലെ തീം
രാജാവിനും രാജാവിന്റെ കൂടെ നടക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ട നല്ല സിഫാത്തുകളെ സംബന്ധിച്ചാണ് അദബുൽ കബീറിലെ പ്രമേയം. അസുൽത്താൻ വാൻ മുസാഹിബിഹി, സുൽത്താനും സുൽത്താന്റെ സാഹിബിനിക്കും ഈ സുൽത്താനും സുൽത്താന്റെ സാഹിബിനിക്കും ഉണ്ടാവേണ്ട നല്ല ഹിസാലുകൾ, നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് അദബുൽ കബീറിലെ ചർച്ചാ വിഷയം. ഇതാണ് അദബുൽ കബീറിലെ ടീം. ഇത് എക്സാമിന് വന്നിട്ടുണ്ട്. അദബു സഗീറിലെ ടീം സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച ആണ് അദബു സഗീറിൽ ചർച്ച ചെയ്യുന്നത്. അനിൽ മബാദിഇൽ ഖുൽഖിയ്യ. പിന്നെ മൂന്നാമതായിക്കൊണ്ട് ഇബ്നുൽ മുഖഫന്റെ കിതാബാണ് കലീല വ ജിംന. കിതാബിന്റെ അസ്ല് സംസ്കൃതത്തിലേക്കാണ്, ഇന്ത്യൻ ഭാഷയായ സംസ്കൃതത്തിലേക്കാണ് ഈ കിതാബിന്റെ അസ്ലുള്ളത്. അത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇബ്നുൽ മുഖഫ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കലീല വ ജിംനയിൽ ഉള്ളത് ഹാക്കിമിന്റെയും മഹ്കൂമിന്റെയും ഇടയിൽ, അതായത് രാജാവിന്റെയും പ്രജകളുടെ ഇടയിലുള്ള ബന്ധമാണ് അതിൽ ചർച്ചാ വിഷയം. അതിനു പുറമെ കുറെ യുക്തികളും തത്വചിന്തകളും ഉപദേശങ്ങളും ഒക്കെയാണ് കലീല വ ജിംനയിലുള്ളത്. അതായത് അൽ അലാഖത്തു ബൈനൽ ഹാക്കിമി വൽ മഹ്കൂം കമാ അന്ന ഹുനാക ഹികം വ മവാഇദ് വ ഗൈരി ദാലിക മിനൽ അഷ്യാ. ഇബ്നുൽ മുഖഫന്റെ മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് റിസാലത്തു സ്വഹാബ. റിസാലത്തു സ്വഹാബ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ വന്നിട്ടുണ്ട്. അതായത് രാജാവിന്റെ കൂടെ നടക്കുന്ന ആളുകൾക്കാണ് സ്വഹാബ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസാലത്തു സ്വഹാബ എന്നുള്ള ചോദ്യം വന്നത് ഇങ്ങനെയാണ്: ഈ റിസാലത്തു സ്വഹാബയിലെ സ്വഹാബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ചോദ്യം. പിന്നെ ഞാനൊന്ന് ഓഫാക്കി ഓണാക്കാം കേട്ടോ. ഇപ്പൊ റെഡിയാണോ? അത് നിങ്ങളുടെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. ഹാഫിസ അമ്ന കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് തോന്നുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഹഫ്സ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അവര് കേൾക്കുന്നുണ്ട്.
സർ ഓക്കെ, ക്ലിയർ ആണോ? അല്ല സർ, ഞങ്ങളുടെ ഇവിടെ കേൾക്കുന്നില്ല സാറ് പറയുന്നത്. ഇതൊക്കെ പേഴ്സണൽ ആയിട്ട് കയറിയതാ. ഓക്കെ, അത് ഞാനെന്താ ചെയ്യേണ്ടത് എന്നാണ്. ഞാനൊന്ന് ഓഫാക്കി ഓൺ ആക്കണോ? നിങ്ങളെ ഈ കൂട്ടത്തിൽ തന്നെ ഹഫ്സ എന്ന് പറഞ്ഞ ഒരാള് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സാറ് പബ്ലിക് ക്യാമറയാണ് പബ്ലിക് ആയിട്ടാ കേൾക്കാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ, സാറേ ഒന്ന് ലീവ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് ലീവായിട്ട് വേണം. ഞങ്ങളൊന്ന് ലീവ് ആവുന്നുണ്ട്. ഇപ്പൊ റെഡി ആണോ? സാർ റെഡി ആവുന്നുണ്ടേ, ഒരു മിനിറ്റ്. അയാളെ മാറ്റാനുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ വായിക്കാം. ഈ ഫോൺ എന്നെ മാറ്റാൻ അയാളെ നാളെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാളെ മാറ്റാൻ വരെയുള്ള പവറില്ല. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് നിങ്ങൾ പുറത്തുനിന്ന് ഗവൺമെന്റ് ഇല്ലാതെ ഒരു ഒറ്റ സർവീസ് ഇല്ലാതെ നിങ്ങൾ ക്ലിയർ ആണോ? പോയി ചെയ്തിട്ട് ഓൺലൈൻ ഉണ്ട്. നമ്മൾ വേറെ ഒന്നും കൊടുത്തോണ്ടിരുന്നില്ല. നമുക്ക് ഓൺലൈൻ ആക്സസ് ഉണ്ടായപ്പോ നമുക്ക് പൈസ കുറവാണ്. എന്റെ പ്രശ്നത്തില് ഇത് എങ്ങനെ ഉണ്ടാവുക അറിയോ? ഇവിടെ ഒരു സംഭവം തുടങ്ങുകയാണെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങളേക്കാരം. തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കും. ആ തുടങ്ങാനുള്ള പ്രശ്നങ്ങൾ ഒരുപാടേക്കാരം. പലതും തരണം ചെയ്യേണ്ടി വരും. തരണം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും. എന്തില്ല, ഈ 2015-16 സമയത്ത്, അല്ല 14-15 പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിട്ട് രാത്രി 8 മണി വരെ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ കയറാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പുസ്തകം ചോറ് കഴിക്കല് 3 മണിക്ക് തന്നെ. അതൊക്കെ നമ്മൾ അതൊന്നുമില്ലാതെ പറയണം. റെഡിയായോ? സാറിൻ്റെത് സിസ്റ്റത്തിൽ കണക്ട് ആവണില്ല. പക്ഷെ ഓരോ ആളുകളുടെ പേഴ്സണൽ മൊബൈലില് സൗണ്ട് ക്ലിയർ ആണ്, പക്ഷെ സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നം വന്നാന്ന് തോന്നുന്നു. എങ്ങനെ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന്? ഓക്കെ, ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് സാർ. ഓക്കെ ഓക്കെ, ഒറ്റ മിനിറ്റ് കൂടെ. ശരി, ഓക്കെ. മറന്നുപോയി, ഞാൻ പറയാം. ഇല്ല 24 മണിക്കൂർ വന്നിറങ്ങി കഴിഞ്ഞാൽ കോവിഡിന്റെ സാമ്പിൾ എടുക്കും. നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാം.
അതെ വിട്ടു പോകും പറഞ്ഞില്ല, ഹോട്ടലൊന്നും ഇല്ല. വേണ്ട, നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ ഇതിന് മുമ്പ് വന്ന മാതിരി തന്നെ എയർപോർട്ടിൽ ഇറങ്ങാം, നേരെ വീട്ടിൽ പോവാം. നെഗറ്റീവ് മെസ്സേജ് കിട്ടുന്നത് വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അത്രേ ഉള്ളൂ. അത് പുറത്തിറങ്ങും ഞാനൊക്കെ ഡ്യൂട്ടിക്ക് പോയി അന്ന് അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നാണ്. ഇല്ല വെറുതെ ചുമ്മാ പറയാം. ഇതാണ് ജയൻ കോപ്പി ഇല്ലല്ലോ, കളർ കോപ്പി ഉണ്ട്. ഇതാണോ അത് തന്നെയാണിത്, അതൊക്കെ ഓൺലൈനിൽ എടുത്താണ്. എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് തുറക്കാൻ കഴിയുമോ? എന്നെങ്കിലും അങ്ങനെ ആക്കാം വേണമെങ്കിൽ. ഏതോ കമ്പനിയുടെ സ്റ്റീലുള്ള പേപ്പർ കിട്ടിയത്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. സാറെ ക്ലാസ് എന്നാലും കണ്ടിന്യൂ ചെയ്യാം. സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോ കുട്ടികൾ അവരുടെ മൊബൈലിൽ യൂസ് ചെയ്തോളും. ആയിക്കോട്ടെ, ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ സാറെ, ക്ലാസ് എന്നാ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. റിസാലത്തു സ്വഹാബ എന്ന് പറഞ്ഞ ഈ സംഗതി കൊണ്ട് സ്വഹാബ എന്നതുകൊണ്ട് അവിടെ ഓഫ് അവിടെ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യും, എന്നാലേ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. ഷാഫുസ്താദിന്റെ മൊബൈലില് മൈക്ക് ഓഫ് ചെയ്യും. ഷാഫുസ്താദിന്റെ മൈക്ക് ഓഫ് ചെയ്യും. ഖലീലവദിംന അതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഹാക്കിമിന്റെയും മഹ്കൂമിന്റെയും, രാജാവിന്റെയും പ്രജകളുടെയും ഇടയിലുള്ള ബന്ധമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അൽ അലാഖ ബൈനൽ ഹാക്കിമി വൽ മഹ്കൂം. പിന്നെ അതിൽ കുറെ സാരോപദേശങ്ങളുണ്ട്, മവാഇദുകളുണ്ട്, അതുപോലെ ഹിക്കം, യുക്തി പഠിപ്പിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. ഇബ്നുൽ മുഖഫന്റെ മറ്റൊരു റിസാലയുടെ പേര് റിസാലത്തു സ്വഹാബ എന്നാണ്. റിസാലത്തു സ്വഹാബ. ഈ റിസാല അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഖലീഫക്ക് വേണ്ടി എഴുതിയ റിസാലയാണ്. റിസാലത്തു സ്വഹാബ അബൂ ജഅഫറിൽ മൻസൂറിന് വേണ്ടി എഴുതിയ റിസാലയാണ്. ഇത് ഖലീഫയെയും ഖലീഫയുടെ കൂടെ നടക്കുന്ന ആളുകളെയും നന്നാക്കാൻ വേണ്ടിക്കൊണ്ട് എഴുതിയ റിസാലയാണ്. ലി ഇസ്ലാഹിൽ ഖലീഫത്തി വഹാഷിയത്തിഹി.
ഈ റിസാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റിസാലയിലെ സ്വഹാബ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എക്സാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകൾ സഹാബത്തു റസൂലില്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ എന്നൊക്കെ ഉത്തരം എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. ഇവിടെ സഹാബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഹാബുൽ ഖലീഫ, ഖലീഫാന്റെ കൂടെ നടക്കുന്ന ആളുകൾ എന്നാണ് സ്വഹാബ എന്ന ലഫ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജാഹിലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാഹിൽ ഹിജ്റ 159 ജനിച്ചു, 255 മരിച്ചു. അറബി അബ്ബാസിയ കാലഘട്ടത്തിൽ അറബി സാഹിത്യകാരന്മാരെ പല ശ്രേണിയിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ശ്രേണിയിലെ നേതാവ് ഇബ്നുൽ മുഖഫ ആണ്. സാഹിബു ത്വബഖത്തിൽ ഊല, ഖായിദു ത്വബഖത്തിൽ ഊല ഇബ്നുൽ മുഖഫ ആണ്. രണ്ടാമത്തത് ഖായിദു ത്വബഖത്തി സാനിയ ജാഹിദാണ്. മൂന്നാമത്തത് ഖായിദു ത്വബഖത്തി സാലിസ ഇബ്നുൽ അമീദാണ്. അത് മറക്കരുത്. അത്വബഖൽ ഊല ഇബ്നുൽ മുഖഫ, അത്വബഖ സാനിയ ജാഹിദ്, അത്വബഖ സാലിസ ഇബ്നുൽ അമീദ്. ജാഹിദിന്റെ പൂർണ്ണ പേര് അബു ഉസ്മാൻ അംർ ബിൻ ബഹർ എന്നാണ്. മുഴുവൻ പേര് അബു ഉസ്മാൻ അംർ ബിൻ ബഹർ. ജനിച്ചതും മരിച്ചതും ബസ്രയിൽ വെച്ചാണ്. ഉലിദ വതൂഫിയ ബിൽ ബസ്ര, ഇറാഖിലെ ബസ്ര സിറ്റിയിലാണ് ജനിച്ചതും മരിച്ചതും. ആരുടെ കാലത്താണ് ജാഹിദ് ജനിച്ചത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. വക്കാനത്ത് വിലാദത്തുഹു ഫി ഖിലാഫത്തിൽ മഹ്ദി, മഹ്ദി രാജാവിന്റെ കാലത്താണ് ജനിച്ചത്. ചില ആളുകൾ ജാഹിദ് അറബി ആണെങ്കിലും ജാഹിദിന്റെ അസ്ല് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എക്സാമിന് വന്നിട്ടുണ്ട്. മഅ കൗനിൽ ജാഹിലി അറബിയൻ, ജാഹിദ് അറബിയാണ്, അറബിയായിട്ടാണ് ജനിച്ചത്. പക്ഷെ ജാഹിദിന്റെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് ആഫ്രിക്കയിലേക്കാണ് എന്ന് അഭിപ്രായമുണ്ട്. ജാഹിൽ എന്നുള്ള പദം ജാഹിദിന്റെ കണ്ണ് ഉന്തിയ കണ്ണായിരുന്നു. ഇപ്പൊ ജഹല എന്നുള്ള ലഫ്ദിന്റെ അർത്ഥം ഉന്തി നിൽക്കുന്ന കണ്ണ് എന്നാണ് അർത്ഥം. ജഹല ബറസ എന്നാണ് അർത്ഥം. അപ്പൊ ഉന്തി നിൽക്കുന്ന കണ്ണുണ്ടായത് കൊണ്ടാണ് ജാഹിദിന് അങ്ങനെ പേര് വന്നത്. ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ റൊട്ടിയും മീനും ഒക്കെ വിറ്റ സാഹിത്യകാരൻ ആര് എന്ന് ചോദ്യം. ഖീല ഫി അഖ്ബാരിഹി ഇന്നഹു കാന യബീഉൽ ഖുബ്സ വസ്സമക. കല്യാണം കഴിച്ചിരുന്നില്ല. കാന അഅ്സബ, കല്യാണം കഴിക്കാത്ത ആളായിരുന്നു. രാത്രികളിലൊക്കെ പുസ്തകമൊക്കെ വാടകക്ക് കൊടുക്കുന്ന ആളുകളുടെ വാടക പീഡികകളിൽ കിടക്കുകയും അങ്ങനെ പീഡികകളെ വാടക എടുക്കുകയും അങ്ങനെ പുസ്തകം വായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. രാത്രിയിലൊക്കെ പുസ്തകം വാടക കൊടുക്കുന്ന ആളുകൾക്ക് പറയാം വറാഖ്.
വറാക്കിങ്ങളുടെ പീഡികകൾ വാടകയ്ക്കെടുക്കുകയും രാത്രി വായിക്കുകയും ചെയ്യുന്ന സാഹിത്യകാരനാര്? അവസാന കാലഘട്ടത്തിൽ ഫാലജ് രോഗം പിടിപെട്ടു, അതായത് ക്ഷയരോഗം പിടിക്കപ്പെട്ടു. അറബി സാഹിത്യത്തിൽ ഇതുപോലെ ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടില്ല. ഒരു എൻസൈക്ലോപീഡിയാണ് ജാഹിദ്. ദീനും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് കേട്ടോ, എഴുതാൻ വേണ്ടി പറയല്ല. മതം, ഫിലോസഫി, സോഷ്യോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, ബയോളജി, എല്ലാ വിഷയങ്ങളിലും കൈവച്ച ഭയങ്കര അതുല്യ പ്രതിഭയാണ് ജാഹിദ്. كتب في كل موضوع: دين، فلسفة، اجتماع، تاريخ، جغرافيا، علم الحياة، كيمياء، فيزياء، كل شيء. ജാഹിദ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാഹിദിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ഒന്ന് അൽ ബയാനു വച്ചബീൻ. ബയാൻ വച്ചബീൻ അതിൽ എക്സാമിന് വന്നിട്ടുണ്ട്. ബയാൻ വച്ചബീനിലെ 3 ടൈറ്റിലുകൾ ഏതൊക്കെയാണ്? ബയാൻ വച്ചബീൻ അത് പ്രധാനപ്പെട്ട കിതാബാണ്, ജാഹിദിന്റെ മാസ്റ്റർ പീസ് ആണ് ബയാൻ വച്ചബീൻ. അതിൽ 3 ടൈറ്റിലുകൾ: ഒന്ന് അൽ ബയാൻ എന്ന ഒന്നാമത്തെ ടൈറ്റിൽ, രണ്ടാമത്തെ ടൈറ്റിൽ അൽ ബലാഗ എന്ന, മൂന്നാമത്തെ ടൈറ്റിൽ അൽ ഖത്താബ എന്നാണ്. ജാഹിദിന്റെ രണ്ടാമത്തെ കിതാബാണ് കിതാബുൽ ബുഖല. അത് കോമഡി ശൈലിയിലാണ് ജാഹിദ് ഈ കിതാബിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ കിതാബുൽ ബയാൻ വച്ചബീനും കിതാബുൽ ബുഖലാവും മറക്കരുത്. മൂന്നാമത്തെ കിതാബ് അൽ മഹാസിൻ വൽ അദ്ദാത്ത്. റിസാലത്തുൻ ഫിൽ ഇശ്ഖി വൻ നിസാ. ജാഹിദിന്റെ കിതാബുകളുടെ ലിസ്റ്റ് കുറെ ഉണ്ട്, കുറെ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഇടാം. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ അൽ ബയാൻ വച്ചബീൻ മനസ്സിൽ വേണം, അതുപോലെ കിതാബുൽ ബുഖല മനസ്സിൽ വേണം, അതുപോലെ കിതാബുൽ മഹാസിൻ വൽ അദ്ദാത്ത്, അതുപോലെ കിതാബു താജ് ഫി അഖ്ലാഖിൽ മുലൂക്ക്. മൂന്നാമത്തെ കിതാബിന്റെ പേര് അൽ മഹാസിൻ വൽ അദ്ദാത്ത്. അതുപോലെ നാലാമത്തെ കിതാബ് അത്താജ് ഫി അഖ്ലാഖിൽ മുലൂക്ക്. ഇനി 2 മക്കാമ എന്ന് പറഞ്ഞൊരു ഫന്നുണ്ട് അറബിയില്. നാടകം, കവിത, കഥ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഫന്നിന്റെ പേരാണ് മക്കാമ. ആ മക്കാമാത്തിൽ മഷ്ഹൂറായ 2 ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യം മക്കാമ എന്താണ് ഫന്ന് എന്ന് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഞാൻ പറയാണ്, വിശാലമായിട്ട് പറയുന്നില്ല, 2 മിനിറ്റ്. മക്കാമ എന്ന് പറഞ്ഞാല് അതായത് ഒരു റാവിയും ഒരു ബത്തലും ഉണ്ടാകും. റാവി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് ദുബൈയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ദുബൈയിലൂടെ ഇങ്ങനെ ഞാനിപ്പോ കോഴിക്കോട് പറയാം, കോഴിക്കോടാണുള്ളത് എന്ന് വിചാരിക്കുക. ഞാൻ കോഴിക്കോടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാന് പാളയത്ത് പള്ളിന്റെ മുമ്പില് ഒരു വലിയ പ്രഭാഷകൻ കണ്ടു.
ആ പ്രഭാഷകൻ ആളുകളോടൊക്കെ ആളുകളൊക്കെ അവിടെ പ്രഭാഷണ മത്സരം നടത്തുകയാണ്. അപ്പൊ ആ സമയത്ത് പല ആളുകളും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാള് ആ പ്രഭാഷണം ഒക്കെ നോക്കിയിട്ട് അയാൾ ചിരിക്കാണ്. അപ്പൊ ആ ആൾക്ക് അവിടെയുള്ള പ്രഭാഷണം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ലാസ്റ്റ് അയാൾ പറയാണ്, നിങ്ങളെ ഈ പ്രസംഗമൊന്നും പ്രസംഗമല്ല, ശരിക്കും പ്രസംഗിക്കണമെങ്കിൽ ഞാൻ പ്രസംഗിക്കണം, പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ ഒരു ഷർത്തുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് നല്ല ക്യാഷ് തരണം, ഓരോരുത്തരും 1000 രൂപ തന്നാലേ ഞാൻ പ്രസംഗിക്കുള്ളൂ, നിങ്ങളെല്ലാവരും പ്രസംഗത്തിനേക്കാട്ടും ഉഷാറായ പ്രസംഗമായിരിക്കും ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആൾക്കാർ പറഞ്ഞു ഓക്കെ, ഏറ്റവും ടോപ്പ് പ്രസംഗമാണെങ്കിൽ നമ്മളെല്ലാവരും 1000 രൂപ തരാന്ന്. അങ്ങനെ അയാൾ പ്രസംഗിക്കും. അങ്ങനെ അടിപൊളി പ്രസംഗമായിരിക്കും ചെയ്യും, 1000 രൂപ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും, അയാളാണ് റാവി. പിന്നെ അതിൽ കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രം എന്ന് പറഞ്ഞാല് അയാൾ എങ്ങനെങ്കിലും ആ ബത്തലിന് എങ്ങനെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടണം, തട്ടിപ്പിലൂടെ ക്യാഷ് കിട്ടണം. അതിന് അയാൾ ഉപയോഗിക്കുന്ന സാഹിത്യ പ്രസംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ കവിതകളായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയില്ലാത്ത ഹർഫിലൂടെയുള്ള പ്രസംഗങ്ങളായിരിക്കും. അങ്ങനെ പല സാഹിത്യ ശൈലിയിലായിരിക്കും അയാൾ പറയാം. അപ്പൊ അങ്ങനെ എല്ലാ മക്കാമകളിലും തട്ടിപ്പും ക്യാഷ് വാങ്ങലും ഇതൊക്കെ ആയിരിക്കും ബത്തലിന്റെ പ്രധാനമായിട്ട്. പക്ഷെ അയാൾ ബത്തല് ഭയങ്കര സാഹിത്യത്തിൽ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ 2 മക്കാമയാണ് മഷഹൂറായ മക്കാമകള്. ഒന്ന് ബദിയുസ്സമാനുൽ ഹമദാനി, അവരാണ് മക്കാമ തുടങ്ങിയത്, 40 വർഷം ജീവിച്ചിട്ടുള്ളൂ. പിന്നെ മഷഹൂറായ മക്കാമയും അസ്ഹറിലും പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന മക്കാമാത്തുൽ ഹരീരിയാണ്. അബുൽ ഖാസിമുൽ ഹരീരിയാണ് അതിന്റെ മുസന്നിഫ്. അത് ഒരുപാട് മക്കാമകളുണ്ട് രണ്ടിലും. അപ്പോ ഈ രണ്ടാളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എന്താണ് മക്കാമ. അപ്പൊ മക്കാമ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു റാവി, ഒരു ബത്തല്, ആ ബത്തലിന്റെ തിരകിടകള്, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുക. റാവി ബത്തല് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കാമയില്. എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ് റാവി ബത്തല്. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ആരാണ് റാവി? മക്കാമത്തുൽ ഹമദാനിയിൽ ആരാണ് റാവി, ആരാണ് ബത്തല്? മക്കാമാത്തുൽ ഹരീരിയിൽ ആരാണ് റാവി, ആരാണ് ബത്തല് എന്നുള്ളതാണ്. ഇപ്പൊ ബദിയുസ്സമാൻ ഹമദാനി 358 ജനനം, 40 വർഷം ജീവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സ് വെച്ചാൽ മതി. അപ്പൊ പിന്നെ ഒന്ന് വിടും, 358 ജനനം, 398 മരണം. ഫന്നിൽ മക്കാമ എന്നുള്ള ഫന്ന് തുടങ്ങിയത് അദ്ദേഹമാണ്. വാദി എന്ന് പറഞ്ഞ ഫന്ന് ആദ്യം തുടങ്ങിയ ആള്. അദ്ദേഹത്തിന്റെ പേര് അബുൽ ഫضൽ അഹ്മദ് ബിനുൽ ഹബീബ്. അബുൽ ഫضൽ അഹ്മദ് ബിനുൽ ഹബീബ്. അദ്ദേഹത്തിന്റെ മക്കാമയുടെ റാവി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈസബിനു ഹിഷാമാണ്. മക്കാമയുടെ റാവി ഈസബിനു ഹിഷാമാണ്. ബത്തലിന്റെ പേര് അബുൽ ഫതഹുൽ ഇസ്കന്ദരി എന്നാണ്. മൂന്നാമത്തത് ഹരീരിയാണ്. അടുത്ത ആള് ഹരീരിയാണ്. പിന്നെ ബദിയുസ്സമാൻ ഹമദാനിയുടെ ഒരു കഥ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച ആളുകൾ കബർ കൊണ്ടുപോയി വെച്ചു. പക്ഷെ കബറിൽ മറമാടിയതിന്റെ ശേഷം മറമാടിയ ആളുകൾ കബറിന്റെ ഉള്ളിൽ വെച്ച് ഒരു ഒച്ച കേട്ടു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മരിക്കാതെ കൊണ്ടുപോയി വെച്ചതായിരുന്നു. പിന്നെ കബറിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ശരിക്കും മരിച്ചത്. ആ സംഭവം ഒന്ന് മനസ്സിലാക്കുക. ആ സംഭവം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടായ സാഹിത്യകാരൻ ആരാണ് എന്ന്. അടുത്തത് അബുൽ ഖാസിമുൽ ഹരീരി.
വർഷം മറക്കരുത് ട്ടോ ആരും. 446 ജനനം, മരണം 516. 446 ജനനം, മരണം 516. ഉലിദ ഫി ഖറിയത്തി മഷാൻ, എവിടെയാണ് ജനിച്ചത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ മഷാൻ നാട്ടിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മക്കാമയുടെ റാവി ഹാരിസ് ബിൻ ഹുമാമാണ്. ബത്തല് അബൂ സയ്യിദ് സറൂജിയാണ്. ഇദ്ദേഹത്തിന്റെ മക്കാമയുടെ റാവി ഹാരിസ് ബിൻ ഹുമാമാണ്. ബത്തല് അബൂ സയ്യിദ് സറൂജിയാണ്. റാവി ഹാരിസ് ബിൻ ഹുമാം, ബത്തല് അബൂ സയ്യിദ് സറൂജിയാണ്. ഇദ്ദേഹത്തിന് നഖ്ദിൽ മറ്റൊരു കിതാബുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വേറൊരു കിതാബുണ്ട് ഇദ്ദേഹത്തിന്, വളരെ പ്രസിദ്ധമായ കിതാബാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്. ഔഹാമിൽ ഖവാസ്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്. ആ കിതാബ് മനസ്സിൽ ഓർക്കാൻ വേണ്ടിയ ഒരു സംഭവം പറയാണ്. ഹരീരിക്ക് അദബിലെ കഴിവുള്ളൂ, നെഹവിലൊന്നും കഴിവില്ല എന്ന് ആരോപിച്ചു ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര്. അപ്പോ പിന്നെ മൂപ്പര് എനിക്ക് നെഹവിലും കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് നല്ല വലിയ ഉലമാക്കൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് ഈ കിതാബിൽ അദ്ദേഹം ഇതാക്കുന്നത്. അപ്പം വലിയ ഉലമാക്കൾ പറ്റുന്ന തെറ്റുകൾ വരെ കണ്ടുപിടിക്കുമ്പോൾ അത്രക്കും വലിയ പണ്ഡിതനാണ് ഞാൻ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിതാബ് വെച്ചത്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്. ഇനി ഖാദി അൽ ഫാദിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഖാദി ഫാദിലിന്റെ ജനന വർഷവും മരണവർഷവും പിന്നെ ഒരു കൊട്ടേഷനുമാണ് എക്സാമിന് ഇതുവരെ ചോദിക്കപ്പെട്ടിട്ടുള്ളൂ. ഹിജ്റ 529 ജനനം, 596 മരണം. ഹിജ്റ 529 ജനനം, 596 മരണം. അദ്ദേഹം സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു. കാന വസീറൻ ലി സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി. അദ്ദേഹത്തിന്റെ പേര് മുജീറുദ്ദീൻ എന്നാണ് പേര്. മുജീർ അജാറ മുജീറുദ്ദീൻ എന്നാണ് പേര്. അദ്ദേഹം ജനിച്ചത് അസ്ഖലാനിലാണ് ജനിച്ചത്. അസ്ഖലാൻ. മുജീറുദ്ദീൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലഖബാണ്. നമ്മുടെ ഷംസുൽ ഉലമ എന്നൊക്കെ പറയുന്നത് പോലെ അത് ലഖബാണ്. അദ്ദേഹത്തിന്റെ പരിപൂർണമായ പേര് അബ്ദുറഹീം എന്നാണ്. ശരിക്കും വാപ്പട്ട പേര് അബ്ദുറഹീം എന്നാണ്. മറക്കരുത്, അബ്ദുറഹീം. അതൊക്കെ ചിലപ്പം വന്നാലോ. പിന്നെ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഞാന് പല നാടുകളും കീഴടക്കിയത് നിങ്ങളുടെ വാള് കൊണ്ടാണെന്ന് വിചാരിക്കരുത്, ഞാന് ഫാദിലിന്റെ കലമ കൊണ്ടാണ് കീഴടക്കിയത്. ആ കൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ വന്നിട്ടുണ്ട്. ലാ തളുന്നു അന്നി മലക്തുൽ ബിലാദ ബി സുയൂഫിക്കും ബൽ ബി ഖലമിൽ ഫാദിലി.
അടുത്തത് ഇബ്നുൽ ഹമീദാണ്. ജനിച്ചതും മരിച്ചതും ഇറാനിലെ ഖും എന്ന സ്ഥലത്താണ്. ഉലിദ വനഷ അഫ്വാൻ, മരിച്ചത് എന്നല്ല, സോറി ട്ടോ, പെട്ടുപോയതാണ്. ജനിച്ചതും വളർന്നതും ഇറാനിലെ ഖും എന്ന സ്ഥലത്താണ്. ഉലിദ വനഷ ബി മദീനത്തി ഖും. രണ്ടാം ജാഹിദ് എന്നും ഉസ്താദ് എന്നുമൊക്കെ പേര് വെക്കപ്പെട്ടു. ബുവൈഹി ഗോത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ട സാഹിത്യകാരൻ ആര് എന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. കാന മുത്തസിലൻ ബി ആലി ബുവൈഹ്. അദ്ദേഹം ആരുടെ മന്ത്രിയാണ്? കാന വസീറൻ ലി റുക്നി ദൗല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ ശ്രേണി, മൂന്നാമത്തെ പരമ്പരയുടെ നേതാവാണ് ഇദ്ദേഹം. ബുജാച്ചിൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ് വ ഖുതിമത് ബി ഇബ്നുൽ അമീദ്. കിതാബത്ത് തുടങ്ങപ്പെട്ടത് അബ്ദുൽ ഹമീദിനെ കൊണ്ടാണ്, അവസാനിക്കപ്പെട്ടത് ഇബ്നുൽ അമീദിനെ കൊണ്ടാണ്. ഹിജ്റ 360 ഇദ്ദേഹത്തിന്റെ മരണം. പിന്നെ ഇന്നലെ തുടക്കത്തില് ഖുസ്ബിനു സായിദിന്റെ ശേഷം ഇബ്നുൽ മുഖഫന്റെ ഉഖ്തുമുബിനു സൈഫി എന്ന ഫിലോസഫറെ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നിട്ടുണ്ട്. അതൊന്ന് സ്പീഡിൽ രണ്ടുപേര്. രണ്ടാമത്തെ യൂണിറ്റിൽ തന്നെ ഉള്ള ആളാണ് ഉഖ്തുമുബിനു സൈഫി. ക്രിസ്തു വർഷം 630 മരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി കിസ്ര രാജാവ് പറഞ്ഞിട്ടുണ്ട്, അറബികൾക്ക് വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇദ്ദേഹം തന്നെ മതി. അത്രക്കും വലിയ ഫിലോസഫറാണ് ഇദ്ദേഹം. ലൗലം യകുൻ ലിൽ അറബി ഗൈറുഹു ലകഫ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിക്കൊണ്ട് മദീനയെ ലക്ഷ്യമാക്കി, പക്ഷെ വഴിയിൽ മരിച്ചു. ഇന്നഹു ഖസദൽ മദീനത ലിയുസ്ലിം വലാകിന്നഹു തൂഫിയ ഫി തുരീഖ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഉഖ്തുമുബിനു റബാഹുബിനുൽ ഹാരിസ്. ഉഖ്തുമുബിനു റബാഹുബിനുൽ ഹാരിസ്. പിന്നെ ഞാനിപ്പോ ജാഹിദിനെ പറ്റി നോട്ട് തന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗ്രൂപ്പിലിട്ട നോട്ട് എല്ലാവരും വായിക്കാതിരിക്കരുത്. അത് എന്തായാലും വായിക്കണം. കാരണം പിന്നെ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ എടുക്കല്ലേ, അത് ഓൺലൈനിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ നോട്ടിൽ പോയിന്റ്സ് ഉണ്ടാവും. അതിൽ ക്യൂ എന്ന് അടയാളപ്പെടുത്തിയതൊക്കെ ക്വസ്റ്റ്യനിൽ വന്നതാണ്. അപ്പൊ ഒന്ന് എല്ലാവരും പിന്നെ വേണ്ട രൂപത്തിൽ നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും നോട്ടിൽ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി തരും ഇൻഷാ അല്ലാഹ്. പിന്നെ ബലാഗ ഞാൻ 2-3 ദിവസം കൊണ്ട് നാട്ടിലേക്ക് വരും.
ബലാഗ കുറച്ചൊരു ഉഷാറാക്കി എടുക്കണമെന്നുണ്ട്. കഴിഞ്ഞ എക്സാമിൽ തോനെ ബലാഗയിലെ ചോദ്യങ്ങളായിരുന്നു വന്നത്. അപ്പോൾ ബലാഗ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വസ്സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അയാൾക്ക് കൊടുക്കേണ്ടി വരുന്നത്